ഞങ്ങളുടെ പടിഞ്ഞാറ്റുകരയ്ക്ക് വേണ്ടി ഈ ജിസ്മോൾ എന്ന് പറയുന്ന കുട്ടി എൻ്റെ വീടിൻ്റെ തൊട്ട് ചേർന്നാണ് താമസിക്കുന്നത്. ഞങ്ങൾ എടുത്തു വളർത്തിയ കുട്ടിയാണ്. ഞങ്ങൾക്ക് എല്ലാ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. രാഷ്ട്രീയത്തെക്കാൾ ഉപരി മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു വലിയ സന്ദേശം അത് നിവർത്തിച്ച് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഈ വിഷയത്തിൽ തുടക്കം മുതൽ ഏറ്റവും ആദ്യം ഈ വിഷയം അറിയുന്ന ഞാനാണ്. നമ്മുടെ ഗ്രാമത്തിൽ എന്നെ വിളിച്ചാണ് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനും എൻ്റെ സുഹൃത്തുക്കളും ജിസ്മോളുടെ അപ്പൻ്റെ അനിയനും കൂടിയാണ് കാരിത്താസ് ആശുപത്രിയിലേക്ക് വരുമ്പോൾ ഈ 3 മൃതദേഹങ്ങളും മരിച്ചു കിടക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഈ വിഷയത്തിൽ വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ആ കുടുംബത്തിലുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഒരു പെൺകുട്ടിയെ നമ്മൾ കല്യാണം കഴിച്ച് വിടുന്നത് സന്തോഷകരമായി ജീവിക്കാനാണ്. അവിടെ നിറത്തിൻ്റെ പേരിലും പണത്തിൻ്റെ പേരിലും ഇത്തരം ക്രൂരമായ പീഡനം നടത്തിയ ഒരു കുടുംബമാണ് ഈ ജിമ്മിയുടെ കുടുംബം എന്ന് പറയുന്നത്. അത് വളരെ വ്യക്തമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഞങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പം നീതി എന്ന് പറയുന്നത് നടപ്പിലാക്കണം. ആ നീതി ലഭിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാനുള്ള ഒരു പോരാട്ടത്തിലാണ് ഞങ്ങൾ. ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജിമാരുമായിട്ട് നല്ല ബന്ധം പുലർത്തിയ ആളാണ് ജിസ്മോൾ. അവളുടെ മരിച്ചടക്കിന് ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാരാണ് എത്തിയത്. നാഗരേഷ് സാറും അതുപോലെ വേറൊരു ജഡ്ജിയാണ് എത്തിയത്. അതുപോലെ ഒരുപാട് ആളുകളുമായി നല്ല ബന്ധം പുലർത്തുന്നതാണ്. രാഷ്ട്രീയം എൻ്റെ രാഷ്ട്രീയം അല്ല അവളുടെ രാഷ്ട്രീയം, പക്ഷേ അവളെല്ലാവരോടും വളരെ സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി എന്ന് ഞങ്ങൾക്കൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇന്നും ഞങ്ങൾക്ക് അവൾക്കിങ്ങനെ സംഭവിച്ചു, അവളിങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. 2 പ്രാവശ്യം ഇവളെ കൊണ്ടുപോകാൻ വേണ്ടി പിതാവ് വന്നതാണ്. അന്ന് ഈ ജിമ്മിയും അവളുടെ അപ്പനും അമ്മയും കാല് പിടിച്ച് ഞങ്ങളുടെ കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് 2 പ്രാവശ്യം നിലനിർത്തിക്കൊണ്ടാണ് കൊണ്ടുപോകാനായിരുന്നു. അവളോട് പറഞ്ഞിരുന്നു, ജിമ്മിയോടും ഒക്കെ പറഞ്ഞിരുന്നതാണ് ഈ ജിസ്മോളുടെ പിതാവ്. ആ ജിസ്മോളുടെ പിതാവ് ഇവളോട് പറഞ്ഞതാണ്, നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നീ വീട്ടിലേക്ക് പോരാ, വീട്ടിലാരുമില്ല, നിനക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് താമസിക്കാം. പക്ഷേ എന്തോ അവൾ അങ്ങനെ ചെയ്തില്ല, എന്തോ ഒരു തീരുമാനം എടുത്തു. പക്ഷേ ഈ വിഷുവിൻ്റെ അന്നും പിറ്റേ ദിവസവുമാണ് ഈ വീട്ടിൽ എന്തോ ഗുരുതരമായ സംഭവം നടന്നിട്ടുണ്ട്. അവിടെയാണ് നമ്മൾക്ക് അറിയേണ്ടത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അവിടെയാണ് പോലീസിനോട് നമ്മൾ ചോദിക്കുന്നത്, എന്താണ് നിങ്ങൾ കണ്ടുപിടിക്കാത്തത്? ഇപ്പോൾ ഇത്രയും ദിവസമായി ഈ മരണം നടന്നിട്ട് പോലീസ് ഇന്ന് വരെ FIR ഇട്ടിരിക്കുന്നത് അസ്വാഭാവിക മരണത്തിനാണ്. ഇന്നലെയും ഞങ്ങൾ സ്റ്റേഷനിൽ പോയി അതിൻ്റെ പേപ്പർ എടുത്തപ്പോൾ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിന് മുന്നിലാണ് ഭാര്യ മരിക്കുന്നതെങ്കിൽ അപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടതാണ് ഈ ജിമ്മി എന്ന് പറയുന്ന ഭർത്താവിനെ. ഇവിടെ അമ്മാവൻ്റെ അധികാരത്തിൻ്റെയൊക്കെ ബലത്തിൽ ഇതൊക്കെ തടഞ്ഞു വെക്കാമെന്ന് പോലീസ് ധരിക്കുന്നുണ്ടെങ്കിൽ അത് പോലീസ് കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റത്തരമാണ്. കാരണം സാമൂഹിക നീതി നടപ്പിലാക്കേണ്ട പോലീസ് എന്ന് പറയുന്നത് ഇത്രയും ദിവസമായിട്ടും ജിമ്മിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് പോലീസ് മറുപടി പറയേണ്ടി വരും. അതിന് ഹൈക്കോടതി അഭിഭാഷകർ ഇന്നലെ എത്തിയിട്ടുണ്ട്, ഏറ്റുമാനൂർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അവർ കേസ് ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ വളരെ സത്യസന്ധമായിട്ട് ആളുകൾ ഇടപെടുന്നുണ്ട്. പക്ഷേ പോലീസിനെ ആരോ അല്ലെങ്കിൽ അധികാരത്തിൻ്റെയോ പണത്തിൻ്റെയോ പേരിൽ ഇപ്പോൾ പോലീസിനെ ആരോ കൂച്ചുവിലങ്ങിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ടും ഈ ജിമ്മിയെ അറസ്റ്റ് ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടാകാത്തത്. അതാരാണെങ്കിലും അത് കണ്ടുപിടിക്കപ്പെടും. നമ്മൾ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം അതിന് തുടക്കം കുറിച്ച ഈ നീറിക്കാട്, കാരണം ഞങ്ങൾക്കൊക്കെ ആശങ്കയുണ്ടായിരുന്നു. ഇവിടെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെയും ജിസ്മോളുടെയും മൃതദേഹവുമായി ഈ പള്ളിയുടെ പാരിഷ് ഹാളിൽ ഞങ്ങൾ എത്തുമ്പോൾ ഈ നാട്ടുകാരെല്ലാം കാണാൻ വന്നപ്പോഴും ഒരു പ്രതികരണം പോലും ഒരാളും ഇവിടെ പ്രതികരിച്ചതായി ഞങ്ങൾ കണ്ടില്ല. അപ്പം ഞങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഈ നാട്ടിൽ വളർന്ന ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ട ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഉണ്ടായ ദാരുണ സംഭവത്തിലൊന്ന് പ്രതികരിക്കാൻ പോലും ഈ നാട്ടുകാർ തയ്യാറായില്ല എന്ന് ഞങ്ങൾ എപ്പോഴും ഓർക്കുമായിരുന്നു. പക്ഷേ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ടാണ് ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഇത്രയും ആളുകളെ ആഡ് ചെയ്ത് എന്നെയും അതിൽ ആഡ് ചെയ്തിരുന്നു. അതിലൂടെ പെട്ടെന്ന് ഇത്രയും നേരം കൊണ്ട് ഇത്രയും ആളുകളെ പങ്കെടുപ്പിക്കാൻ സാധിച്ചെങ്കിൽ നീറിക്കാട് നിവാസികൾക്ക് എൻ്റെ ഏറ്റവും വലിയ അഭിവാദ്യങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ്.
കാരണം ഇനി നമുക്ക് മുന്നോട്ടുള്ള യാത്രയാണ്. ഇപ്പോൾ ഉടൻ തന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രതിഷേധ സംഗമങ്ങൾ ആരംഭിക്കുകയാണ്. മുഖ്യമന്ത്രിയെ കാണാം എന്നിവിടെ മുഖ്യമന്ത്രിയെ, കാരണം ഇതിൻ്റെ A to Z കാര്യങ്ങൾ ഞാനാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കേസിൻ്റെ എല്ലാം നോക്കുന്നതും കേസിൻ്റെ ഓരോ മുന്നോട്ടുള്ള പോക്കും അതിൻ്റെ യാത്രയിലും എവിടെയൊക്കെ പരാതി കൊടുക്കുന്നതെല്ലാം ഞാൻ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 29-ാം തീയതി കോട്ടയത്ത് വരുമ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് ഈ പരാതി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതും കൊടുക്കും. നമ്മൾ അഭിമാനത്തെ ഓർത്തത് പുറത്ത് പറയാതെ ഈ ഒക്കെ സഹിച്ചും ക്ഷമിച്ചും ഒക്കെ മുന്നോട്ട് പോവുകയാണ്. ജിസ്മോൾ പറഞ്ഞത് ഇന്നല്ലെങ്കിൽ നാളെ ഇത് ശരിയാകും പപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ അവിടെ താമസിച്ചത്. അതുകൊണ്ടാണ് അവൾക്ക് ഈ ഗതി വരേണ്ടി വന്നത്. കാരണം അമ്മായിമ്മയ്ക്ക് ക്യാൻസർ പിടിപെട്ടു. അപ്പോൾ അതിനൊക്കെ ശേഷം കീമോ ഒക്കെ എടുത്ത ആ സ്ത്രീ, അവരൊരു മൃഗസമാനമായ സ്ത്രീയാണ്. അവരെക്കുറിച്ച് അവരെ പഠിപ്പിച്ച എനിക്കുണ്ട്, എൻ്റെ കൂടെ പഠിച്ച ഒത്തിരി ആളുകൾ നീറിക്കാടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് ഈ ഞങ്ങളെ പഠിപ്പിച്ച സ്ത്രീയാണ് ബീന ടീച്ചർ, ഇത്രയും ക്രൂരമായ ഒരു ടീച്ചർ വേറെ ഇല്ലയെന്ന് അവരൊക്കെ എന്നോട് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ആ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾ അറിയണം. ആ കുടുംബം എന്ന് പറഞ്ഞാൽ ക്രൂരമായ കുടുംബമാണ്. ആ ബീന ടീച്ചറും അവരുടെ ഒരു മകളുണ്ട് UK ഇപ്പോൾ ദീപ. ജിമ്മി എന്ന് പറയുന്നവൻ മഹാക്രൂരനാണ്. കാരണം ഈ ജിസ്മോളെ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു ഇവൻ മുറിക്കകത്ത്. ഈ പെങ്ങളും അമ്മയും പറയുന്നത് കേട്ട് ഈ ജിസ്മോളെ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. കാരണം ഇതൊന്നും ഇവൾ വീട്ടിൽ പറഞ്ഞിരുന്നില്ല. വീട്ടിൽ പറഞ്ഞാൽ ഒരുപക്ഷെ ജിമ്മി ചിലപ്പോൾ ഭൂമിയിലുണ്ടാകില്ല എന്ന് അവൾക്കറിയാവുന്നത് കൊണ്ട് അവളത് വീട്ടിൽ പറഞ്ഞില്ല. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ആ കുട്ടികൾക്കും ഈ ദാരുണമായ ഗതി ഉണ്ടാകേണ്ടി വന്നത്. അതിനെതിരെയുള്ള പോരാട്ടം, അതിൽ നിങ്ങളെ ഈ അകമഴിഞ്ഞ ഈ പ്രവർത്തനത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും മുത്തോലി പഞ്ചായത്ത് കമ്മിറ്റിയുടെ പേരിലും നാട്ടുകാരെന്ന നിലയിലും നിങ്ങൾക്ക് ഞാൻ അർപ്പിക്കുകയാണ്. ഇനി മുന്നോട്ടുള്ള പോരാട്ടത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.